ദേശീയ പുരസ്കാര പെരുമയിൽ 4ാം തവണയും മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടി. മികച്ച നടനെന്ന നേട്ടം വീണ്ടും അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായെത്തി. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായും ചാത്തനായും നിറഞ്ഞാടിക്കൊണ്ട് ഓരോ സിനിമ കഴിയുന്തോറും വീണ്ടും വീണ്ടും തിളക്കം വർദ്ധിക്കുന്ന ഒരു പ്രതിഭയാണ് മമ്മൂക്ക. 1989 മതിലുകളും ഒരു വടക്കൻ വീരഗാഥയും, 1993 വിധേയനും പൊന്തന്മാടയും, 98 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്നീ സിനിമകൾക്കാണ് മുൻപ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇത്തവണ കൂടി അവാർഡ് ലഭിച്ചതിലൂടെ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയെന്ന റെക്കോർഡിൽ മമ്മൂട്ടി അമിതാഭ് ബച്ചനൊപ്പം എത്തിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ അഭിനയത്തിന്റെ ഗ്രാഫ് എടുത്താൽ ഇത് കുറവാണെന്നേ നമുക്ക് തോന്നൂ. ഒരു അവാർഡിന്റെ പിൻബലമില്ല എങ്കിലും മമ്മൂട്ടിയുടെ അഭിനയ തികവിനെ അംഗീകരിക്കാതെ പോകാൻ പ്രേക്ഷകർക്കാകില്ല എന്നതാണ് സത്യം. ഭ്രമയുഗത്തിലെ ചാത്തനായും പോറ്റിയായുമുള്ള പകർനാട്ടം അനായാസമെന്ന പോലെ അഭിനയിച്ച് ഫലിപ്പിച്ചതാണ് മമ്മൂട്ടിയുടെ മാജിക്. കാണുന്നവനിൽ ഭയവും നിഗൂഢതയുടെ ആഴങ്ങളും നിറയ്ക്കുന്ന മമ്മൂട്ടിയുടെ ആ ചിരിയിൽ ഒരു കഥാപാത്രത്തെ മമ്മൂട്ടി എങ്ങനെ ആവാഹിച്ചു എന്നതിന്റെ സ്കിൽ തെളിഞ്ഞു കാണാം. അതുകൊണ്ടാണ് ദേശീയ പുരസ്കാരത്തിന് മമ്മൂക്കയെ വിട്ടുപോകാനാകാഞ്ഞതും. വിധേയനിലെ പട്ടേലരും, പൊന്തന്മാടയിലെ മാടയും, മൃഗയിലെ വാറുണിയും, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ. തന്റെ അഭിനയ തികവിനോ കഥാപാത്രങ്ങളിലേക്കുള്ള പരകായ പ്രവേശനത്തിനോ പരിധികളില്ല എന്ന് പണ്ടത്തെ പോലെ തന്നെ അദ്ദേഹം ഇപ്പോഴും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കാലവും സിനിമയും എല്ലാം മാറിമറിയുമ്പോഴും മമ്മൂട്ടി ഇപ്പോഴും പുതുമയുള്ള നടനാകുന്നത് അങ്ങനെയാണ്. മികച്ച നടനുള്ള ഈ 4ാം പുരസ്കാരവും മമ്മൂട്ടിയെ തൃപ്തനാക്കില്ല. അവാർഡുകളോടുള്ള ആഗ്രഹമല്ല അതിന് കാരണം. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അഭിനയത്തോട് ആർത്തിയാണ് ഈ മഹാനടന്. 72ാം ചലച്ചിത്ര ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മലയാളികൾക്ക് അഭിമാനമായി 4 പുരസ്കാരങ്ങളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. മികച്ച നടനായി മമ്മൂക്ക ബോളിവുഡ് താരം കാർത്തിക് ആര്യനുമായി പുരസ്കാരം പങ്കിടുകയായിരുന്നു. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയമാണ് കാർത്തിക്കിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ധനുഷിനും ലഭിച്ചു. ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ധനുഷ് ഈ പ്രത്യേക പരാമർശത്തിന് അർഹനായത്. മികച്ച ഗായികയായി വൈക്കം വിജയലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. ടൊവിനോ നായകനായ അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനമാണ് വൈക്കം വിജയലക്ഷ്മിയെ മികച്ച ഗായികയാക്കി മാറ്റിയത്. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഭ്രമയുഗത്തിലൂടെ ഷഹ്നാദ് ജലാൽ നേടി. അതേസമയം മികച്ച മലയാള സിനിമയായി ഫെമിനിച്ചി ഫാത്തിമയും തിരഞ്ഞെടുക്കപ്പെട്ടു.